ഹലോ FST ബാത്താണ്. ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ്. എങ്കിലും ഞാൻ മുമ്പൊക്കെ ചെയ്തതാണ്. ഇതിന്മേൽ നിറയെ ഫ്ലവറുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. മെലസ്റ്റോമാണ്. കാരണം നല്ല ഭംഗിയിൽ നിറയെ മുട്ടുകളുണ്ട്. ഇത് മഴ തുടങ്ങുമ്പോഴാണ് ഇത്രയും ഫ്ലവർ എനിക്ക് തോന്നുന്നത്. നല്ല ഫ്ലവർ ഉണ്ട് പറഞ്ഞാൽ ഒരു 50 ഫ്ലവറിൻ്റെ മുകളിലുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത്രത്തോളം ഫ്ലവറുകളുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒരു കൊട്ടയിലാണ് നമ്മൾ ജസ്റ്റ് ഒരു 3 തൈകളും ഉണ്ട്. അതിലൊരു ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തൈയുണ്ട്. എന്താണ് ടോട്ടലി 4 തൈകളാണ്. അതിലെല്ലാത്തും കൂടിയാണ് നമ്മൾ പറഞ്ഞത് എത്രത്തോളം ഫ്ലവർ ഉണ്ടെന്ന്. കാരണം നമുക്ക് ഇത് ഇത്ര ഫ്ലവറുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ചെടി നട്ടിട്ടും 3 തൈകളാണ് പറയാൻ മാത്രം വലിപ്പമുള്ളതൊന്നല്ല. ഏകദേശം വലിയൊരു ഹൈറ്റും വെയിറ്റൊന്നും ഇല്ലാത്തൊരു കുഞ്ഞി തൈകളാണ്. നമ്മൾ കമ്പ് പിടിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു പോട്ടിങ്സും കമ്പ് പിടിപ്പിക്കുന്ന രീതിയൊക്കെയാണ് നമ്മൾ ഓരോ ഘട്ടമായിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു മുമ്പ് ഇട്ടിട്ടുള്ളത്. അത് കാണാത്തല്ലുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. പിന്നെ വേനലിൽ എനിക്ക് തോന്നുന്നത് വലിയ വെള്ളം കുറവായിട്ടാണ് തോന്നുന്നുണ്ട്, വലിയ ഫ്ലവർ ചെയ്യാത്തതുകൊണ്ട്. ഇതിപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-3 മഴയായിട്ട് കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിറച്ച് പറഞ്ഞാൽ ഇത് ഫ്ലവറുകളൊക്കെ വാടാൻ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഫ്ലവറുകൾക്കൊക്കെ ജസ്റ്റ് ഒരു വാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പ് പിടിപ്പിക്കൽ ഏറ്റവും ഇളയ തൂമ്പ് നമ്മളിവിടെയൊക്കെ അതാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. ഏറ്റവും ഇതൊക്കെ കണ്ടില്ല, നിറയെ മുട്ടുകൾ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ 3 സൈസ് ഉണ്ട്. ഒന്ന് വൈറ്റും ഉണ്ട്. ഇതിൻ്റെ കളറിൻ്റെ നടുക്കിൽ ഈ വൈറ്റും വരുന്നതും കൂടി മിക്സായി വരുന്നതും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നടാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു ഇത്. ഫ്ലവർ കഴിയുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഇത് കൊമ്പൊക്കെ കുത്തേണ്ടത്. നല്ല അടിപൊളിയായിട്ട് വരും. ഇതിൻ്റെ ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നായിട്ട് തെളുത്ത് വരും. ആ തെളുപ്പിലാണ് നമ്മൾ കമ്പ് നട്ട് കണ്ട് പിടിപ്പിച്ചാൽ മതി. ആ തെളുത്ത് വരുന്നതിലാണ് ഇത് മുട്ടുകളും ഇടലിട്ടാണ്. നമ്മളിപ്പോൾ വേറെ കമ്പുകൾ പിടിപ്പിച്ചത് വേറെ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ എത്രത്തോളം ഫ്ലവർ എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫ്ലവർ കണ്ടിട്ട് തന്നെ എന്നോട് പല ആൾക്കാർ ഇത്രത്തോളം ഫ്ലവർ ഉള്ളതാണല്ലോ, ഇതിൻ്റെ ഒരു കമ്പ് തരണട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും കമ്പ് മുറിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കമ്പും മേലും മുട്ടുകളും ഉണ്ട്, ഫ്ലവറുകളും ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് വരുന്നത് തന്നെ. ഇതിൻ്റെ വെറൈറ്റി 3 എണ്ണമാണ് എൻ്റെ അടുത്തിൽ. ഇതടക്കം 3 എണ്ണം. അതിൽ ഒന്ന് ഫ്ലവർ വിരിഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചു തരാം ലാസ്റ്റേക്ക്. വൈറ്റ് ഫ്ലവർ വിരിഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഏകദേശമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മുമ്പേ കമ്പുകൾ ജസ്റ്റ് കുഴിച്ചിട്ടതൊക്കെ അപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കമ്പ് നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും തണലുള്ള ഏരിയയിൽ വാടിയാൽ അത് ചെടി പോയി എന്നാണ്, പിടിക്കൂല എന്നാണ്. വാടാതെ അതേ ലെവലിന് നല്ല വെള്ളത്തിലും വെള്ളവും വേണം. ദിവസം 2 നേരം നനക്കണം. ഇതിൻ്റെ കമ്പ് പിടിപ്പിക്കും. ഇതിൻ്റെ മെയിനായിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ചാണകപ്പൊടി മാത്രമാണ്. വേറെ കാര്യമായിട്ട് ഇത് ഉപയോഗിക്കില്ല. എല്ലാവരും പറയും ഫ്ലവർ ഇടാൻ 19 അങ്ങനെ ഐറ്റംസ് വളങ്ങളും ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കണം എന്ന് പറയും. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. അതോ എന്നാലും നിറയെ ഫ്ലവറുകളുണ്ട്. ഞാൻ നല്ല ഉറപ്പായിട്ട് പറയുന്നുണ്ട്. കാരണം ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവാമല്ലോ അല്ലേ. നമ്മൾ ഫ്രൂട്ട്സ് കൊട്ടിൽ നിന്ന് മഴയൊക്കെ ഒന്ന് ഉഷാറായിട്ട് നമുക്ക് ജസ്റ്റ് മാറ്റി നടുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ആയാലും ഈ ചെടി വേഗം പോവുകയും ചെയ്യും. പെട്ടെന്ന് ഉണങ്ങാൻ ഈ ചെടിക്ക് വലിയ താമസമൊന്നും വേണ്ട. ഇതിൻ്റെ നമ്മൾ അടുത്തൊരു കമ്പ് വേറെ നട്ട് പിടിപ്പിച്ചതാണിത്. കമ്പ് നട്ടതിനാണ്. ഇതിന് ഫസ്റ്റ് ടൈമാണ്. മുട്ടുകൾ വരുന്നേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിനെല്ലാം മുറിച്ച് നടുകയും ചെയ്യാം കേട്ടോ. അത്രത്തോളം തിളർപ്പുണ്ട്. ഇത് ഫ്ലവർ ഇടാനുള്ളതാണ്. അത്രത്തോളം തിളർപ്പുണ്ട് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഈ കമ്പിൻ്റെ ഒക്കെ അടിയിൽ നിന്ന് ഫ്ലവറുകൾ തെളുത്ത് വരുന്നുണ്ട്. നമ്മൾ തന്നെ കുറേ കമ്പുകൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഒരു കമ്പുകൾ ഒരു തൈകൾ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളൊരു 10-15 കമ്പുകളോളം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിന് ഏകദേശം 4-5 കമ്പുകളാണ് നമുക്ക് പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മളിത് 2-3 എണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. നമ്മൾ വേറൊരു ചട്ടിയിൽ വെച്ചതാണ്. ഇതാണ്ട് നിറയെ തെളുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ഫുൾ മുട്ടുകൾ വരാനുള്ളതാണ്. ഇത് ഫുള്ള് അതിലേക്കുള്ള തൈകൾ തന്നെയാണ്. തൈകളെല്ലാം തെളുത്ത് വന്നതാണ്. ഈ തളിർപ്പ് ഫുള്ള് നമുക്കിപ്പോൾ മഴക്കാലത്ത് നമുക്ക് കട്ടിങ് ചെയ്ത് നട്ടാൽ പെട്ടെന്ന് പിടിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത. നമ്മൾ വേനലിലും പല ടൈമിലായിട്ട് പിടിപ്പിച്ചതാണിത്. ഇതൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് ഉണങ്ങാന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതാണ് ഇതിൻ്റെ ഒരു നമുക്കപ്പോൾ പിടിച്ചാൽ ഏത് വളവും കാര്യങ്ങളും ഉപയോഗിച്ചാൽ കിട്ടില്ല. കണ്ടില്ലേ നമ്മൾ പിടിപ്പിച്ച ചെറിയ തൈകളാണ്. ഇതൊക്കെ നമ്മളോരോ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറിലാണ് ഇതൊക്കെ പിടിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ 2 തൈകളാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കീ ചെയിൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതുമല്ല നമ്മളെ ബ്രദറിൻ്റെതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞ മോഡല് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് ചെയ്തു തരും.
അത് നമുക്ക് എത്ര ഷോപ്പിക്കൊക്കെ ഓരോ ടൈല് അങ്ങനത്തെ ഓരോ ഷോപ്പിക്ക് നമ്മൾ സാധനം എടുക്കാൻ വരുമ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഫ്രീ ആയിട്ടൊക്കെ നൽകാം. ഇതൊരു നമ്പർ കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഒരു നമ്മളൊരു ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയുള്ള ഇതൊക്കെ ഓരോ ഷോപ്പിൻ്റെതാണ് നമ്മൾ ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ബന്ധപ്പെടുക. അതിൻ്റെ നമ്പറും കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഷോപ്പിക്കോ നമുക്കൊരു ഫാമിലി കുടുംബസംഗമൊക്കെ കൂടുന്നവർക്കൊക്കെ നമ്മളെ കുടുംബസംഗമത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ അതേ കളർ തന്നെ അല്ല, ബ്ലൂവിൻ്റെ നടുക്കിൽ ചെറുതായിട്ടൊരു വൈറ്റ് ഡിസൈൻ വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ മുമ്പൊക്കെ വീഡിയോ ചെയ്തതിൻ്റെ ബൊഗൻവില്ലാണ്. ഇതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ മഴ പെയ്തതോടുകൂടി ഇതിൻ്റെ ഒക്കെ